ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കാൺ ഹെൽപ്പ്, കുഡിൻ ഹെൽപ്പ്, ഈ രണ്ടെണ്ണമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പൊ നമ്മൾ ഇന്നലെ എബൌട്ട് ടു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് എബൌട്ട് ടു? എബൌട്ട് ടു എന്ന് പറയുന്നത് ഉടൻ ആ ഒരു കാര്യം തുടങ്ങും അല്ലെ? അപ്പൊ വാസ് എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാനിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഈസ് എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പൊ എബൌട്ട് ടു നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കൊടുത്തിട്ടുമുണ്ട്, നിങ്ങളത് പഠിക്കാം. ഇതൊക്കെ നമുക്ക് സംസാരിക്കാം, നമ്മുടെ സംസാരത്തെ നന്നായിട്ടൊന്ന് നല്ല എഫക്റ്റീവാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാൺ ഹെൽപ്പും കുഡിൻ ഹെൽപ്പും. അപ്പൊ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യാൻ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ ക്യാനിന്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല, എനിക്കതിന് നമ്മൾ സെന്റൻസ് പറയാം, എനിക്ക് അവനോട് ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കഴിയില്ല, പറ്റില്ല. ക്യാൻ എന്ന് പറയുന്നത് ഏതാണ്? പ്രസന്റ് ആണ് അല്ലെ? ഇപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ ഐ കാൺഡ് ഹെൽപ്പ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വേർബ് INGയിലാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇത്രയേ ഉള്ളൂ. കാൺ ഹെൽപ്പ് കഴിഞ്ഞാൽ വേർബ് ING ഫോമിൽ ഉപയോഗിക്കണം. ഇത് നമ്മൾ ഓർത്തിരിക്കാം. അപ്പൊ ഇനി നമുക്ക് പറയാം, എനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല, ഞാനൊരു നല്ല പാട്ടുകാരിയാണ്, അതുകൊണ്ട് എനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല. പാടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ പറയാ? ഐ കാൺ ഹെൽപ്പ് സിംഗിങ്. ING കൊടുക്കുക. ഐ കാൺ ഹെൽപ്പ് സിംഗിങ്. പാടാതിരിക്കാൻ പറ്റില്ല എന്നായി. ഇനി അവൾക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റില്ല, കാരണം അവരത്രയ്ക്കധികം കാര്യമായിട്ട് വിളിച്ചിരിക്കുന്നതാണ്. അവൾക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ പറയുക? ഷീ കാൺ ഹെൽപ്പ് ഗോയിങ് ദർ അല്ലെ? ഗോയിങ് ചേർക്കണം, ഗോ ദർ അല്ല. ഷീ കാൺ ഹെൽപ്പ് ഗോയിങ് ദർ. പോകാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പോകാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ആ പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും, കാരണം അത് ടേണിംഗ് പോയിന്റ് ആണ് ആ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെ പറയാ? ദേ കാൺ ഹെൽപ്പ് എഴുതുക റൈറ്റിംഗ്. ദേ കാൺ ഹെൽപ്പ് റൈറ്റിംഗ്. എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സിലായല്ലോ? ഒന്നുമില്ല, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ കനോട്ട് ഉപയോഗിക്കുക, ഹെൽപ്പ് ഉപയോഗിക്കുക, വേർബ് ING ഫോമിൽ ഉപയോഗിക്കുക. ഇനി ഒരു വ്യത്യാസം ഞാൻ പറയാം. നമ്മൾ പുസ്തകത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യം കാണും. ഐ കാൺ ഹെൽപ്പ് നമ്മൾ എങ്ങനെ പറഞ്ഞത്? എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയണം? ഐ കാൺ ഹെൽപ്പ് ഡൂയിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡൂയിങ് ഇറ്റ്. ഐ കാൺ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എഴുതുവാണെങ്കിൽ പുസ്തകത്തിലൊക്കെ എഴുതി കാണുന്നത് ഈ ഒരു കാര്യത്തിനാണ്. ഇങ്ങനെ കാണും, ഐ കാൺ ഹെൽപ്പ് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് ING ഇല്ല. എങ്ങനെ വന്നത്? ഐ കാൺ ഹെൽപ്പ് ബട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഐ കാൺ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ് എന്ന് പോലെ തന്നെ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു. ഐ കാൺ ഹെൽപ്പ് ബട്ട് ഡു ഇറ്റ് എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയാണ് കൂടുതലും എഴുതി കാണുന്നത് കേട്ടോ. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇനി നമുക്കിതൊരു ചോദ്യം ചോദിക്കണം അല്ലെ? നിനക്ക് പറയാതിരിക്കാൻ പറ്റില്ലേ? നിനക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലേ? അവൾക്ക് അവിടെ പോവാതിരിക്കാൻ പറ്റത്തില്ലേ? അത് തന്നെ പറ്റത്തില്ലേ? എങ്ങനെ ചോദിക്കുക? ഒന്നുമില്ല, ഈ കാണിനെ നമുക്ക് ആദ്യം കൊടുക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ സബ്ജക്റ്റ് കൊടുക്കണം, ഹെൽപ്പ് കൊടുക്കണം, വേർബ് ING കൊടുക്കണം. കാൺ ഷീ ഹെൽപ്പ് ഗോയിങ് ദർ. അവൾക്ക് അവിടെ പോവാതിരിക്കാൻ കഴിയില്ലേ? എങ്ങനെ ചോദിക്കുക? ഷീ ഹെൽപ്പ് ഗോയിങ് ദർ. കാൺ ഷീ സബ്ജക്റ്റ് കൊടുത്തു, ഹെൽപ്പ് വേർബ് ING. കാൺ ഷീ ഹെൽപ്പ് ഗോയിങ് ദർ. അവൾക്ക് അവിടെ പോവാതിരിക്കാൻ കഴിയില്ലേ? നിനക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലേ? നിനക്കത് ചെയ്യാതിരിക്കത്തില്ലേ? അങ്ങനെയും ചോദിക്കും അല്ലേ? നിനക്കത് ചെയ്യാതിരിക്കത്തില്ലേ? നിനക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ലേ? കാൺഡ് യു ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. കാൺഡ് യു ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ഇവിടെ നിങ്ങൾ ഈ ഹെൽപ്പ് കാണുമ്പോൾ സഹായം എന്ന അർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കരുത്, ഇത് ഒന്നിച്ചുള്ളൊരു കാര്യമാണ് കേട്ടോ. കാൺഡ് യു ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ചെയ്യാതിരിക്കാൻ പറ്റില്ലേ? നിനക്ക് പാടാതിരിക്കാൻ
അവൾക്ക് പാടാതിരിക്കാൻ പറ്റില്ലേ? കാൻ ഷീ ഹെൽപ്പ് സിംഗ്? കാൻ ഷീ ഹെൽപ്പ് സിംഗിങ്? പാടാതിരിക്കാൻ കഴിയില്ലേ? അപ്പൊ മനസ്സിലായല്ലോ, പറ്റില്ല, കഴിയില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് കാൺ ഹെൽപ്പ് വേർബ് ing. പറ്റില്ലേ, കഴിയില്ലേ, ചെയ്യില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ ഉപയോഗിക്കേണ്ടത് കാണ്ട് സബ്ജക്റ്റ് ഹെൽപ്പ് വേർബ് ing. നമ്മൾ എഴുതി കാണുന്ന രീതിയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് വേർബ് ഫസ്റ്റ് ഫോമിൽ കൊടുക്കുക, ബട്ട് ചേർത്ത് എഴുതുക. ഇനി കുഡിൻ ഹെൽപ്പ്. കുഡിൻ ഹെൽപ്പും ഇതേപോലെ തന്നെയാണ്. കുഡിൻ ഹെൽപ്പ് പാസ്റ്റ് ആണ്. കുഡിൻ ഹെൽപ്പ് കഴിഞ്ഞാലും വേർബ് ing. ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും ഒരു കാര്യമാണ്, അപ്പൊ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം അതെനിക്ക് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എങ്ങനെ പറയാ? ഐ കുഡിൻ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ഐ കുഡിൻ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ഐ കുഡിൻ ഹെൽപ്പ്. എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഐ കാൺ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. വ്യത്യാസം മനസ്സിലായല്ലോ? അവൾക്ക് അവിടെ പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. പോവാതിരിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല, പോവാതിരിക്കത്തില്ല. ഈ ഒരു രീതി നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പറ്റിയില്ല കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഷീ കുഡിൻ ഹെൽപ്പ് ഗോയിങ് ദർ. എങ്ങനെയാണ്? ഷീ കുഡിൻ ഹെൽപ്പ് ഗോയിങ് ദർ. അവൾക്ക് അവിടെ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്കത് വാങ്ങിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ സാധനം വാങ്ങിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി. എനിക്കത് വാങ്ങിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. വാങ്ങിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ബൈയിങ് ഇറ്റ്. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ബൈയിങ് ഇറ്റ്. സോ ഐ ബോട്ട് ഇറ്റ്. ഞാനത് വാങ്ങിച്ചു. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കഴിഞ്ഞില്ല എന്ന് പറയാനാണ് നമ്മൾ കുഡിൻ ഹെൽപ്പ് വേർബ് ing ഉപയോഗിക്കുന്നത്. ഇനി നിനക്കത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ലേ? നിനക്ക് അവിടെ പോകാതിരിക്കാൻ കഴിയില്ലേ? നിനക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റിയില്ലേ? പാസ്റ്റ് ആണ്. കഴിഞ്ഞില്ലേ, പറ്റിയില്ലേ, പോയില്ലേ എന്നുള്ള പാസ്റ്റ് ടെൻസ് നമ്മൾ ചോദിക്കണം. അപ്പൊ ഒന്നുമില്ല, എന്താണ്? കുഡിന്റെ ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് ഹെൽപ്പ് വേർബ് ing. കുഡിൻ ഷീ ഹെൽപ്പ് ഗോയിങ് ദർ? അവൾക്കവിടെ പോവാതിരിക്കാൻ കഴിഞ്ഞില്ലേ? കുഡിൻ ഷീ ഹെൽപ്പ് ഗോയിങ് ദർ? പോവാതിരിക്കാൻ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ അവന്റെ കൂടെ നിനക്ക് അവൻ പോകാതിരിക്കാൻ കഴിഞ്ഞില്ലേ? എങ്ങനെയാ? ഗോയിങ് ദർ. ഇനി നിനക്കത് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലേ? കുഡിൻ യു ഹെൽപ്പ് ടോക്കിംഗ് ഇറ്റ്? കുഡിൻ യു ഹെൽപ്പ് ടോക്കിംഗ്. കുഡിൻറ്റ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, ഹെൽപ്പ് വേർബ് ing കൊടുത്തു. അപ്പൊ ഇതെന്തായി? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ലേ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമുക്ക് സംസാരിക്കുമ്പോഴും ഇത് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരും. എങ്ങനെയാണ്? അവൾക്കത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ അതെങ്ങനെ പറയും? ഷീ കുഡിൻ ഹെൽപ്പ് ബട്ട് ഡു ഇറ്റ് എന്ന് വരും കേട്ടോ. അവിടെ നമ്മൾ ബട്ട് ഡു ഇറ്റ് എന്നാണ് കൊടുത്തത്. ബട്ട് ഡൂയിങ് ഇറ്റ് എന്നല്ല, ബട്ട് ഡു ഇറ്റ്. ഷീ കുഡിൻ ഹെൽപ്പ് ബട്ട് ഡു ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ ബുക്കുകളിലൊക്കെ ഇതേ ഒരു അർത്ഥത്തിൽ എഴുതി കാണുന്നതും അങ്ങനെയാണ്. ഈ കുഡിൻ ഹെൽപ്പ് വേർബ് ing കാണലും വളരെ റെയർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, കഴിയില്ല, അങ്ങനെ നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയണമെങ്കിൽ കനോട്ട് ഹെൽപ്പ് അല്ലെ, അതാ നമ്മൾ ഉപയോഗിക്കുക വേർബ് ing. കഴിഞ്ഞില്ല എന്ന്, എനിക്കിത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല, ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ കുഡിൻ ഹെൽപ്പ് വേർബ് ing. ഇത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ കനോട്ട് ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് ഹെൽപ്പ് വേർബ് ing. കുഡിന്റെ സബ്ജക്റ്റ് ഹെൽപ്പ് വേർബ് ing. കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എന്ന പ്ലേലിസ്റ്റിലാണ് ഞാനിത് ഇടുന്നത്. നിങ്ങളപ്പോൾ അത് ശ്രദ്ധിച്ചും കേട്ടുമൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ ജനുവരി 6 പുതിയ ബാച്ച് തുടങ്ങുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ടെൻസസ് മാത്രം വളരെ നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്ലാസ് 20 days വരുന്ന ക്ലാസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതും ജനുവരി 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പാരൻസ് എൻ്റെ നമ്പറിൽ വോയിസ് അയച്ചാലും മതി. നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.